KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് പന്തലിന് കാൽനാട്ടി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കുളിർമയണിയിച്ച് ഡോക്യുമെന്ററി പ്രദർശനം. സമ്പൂർണ്ണ സ്വാഗത സംഘയോഗം നാളെ. പത്താൻകോട് ഭീകരാക്രമണം. ഗുരുദാസ്പൂർ SPയെ ഹണി ട്രാപ്പിൽ കുടുക്കിയതായി സംശയം. SNDP നടത്തുന്ന മൈക്രോ ഫിനാൻസിൽ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് വിജിലൻസ്. 5 വർഷം കഴിഞ്ഞ പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്തേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ. ആണവ പരീക്ഷണം നടത്തിയെന്ന് ഉത്തര കൊറിയ. പരീക്ഷിച്ചത് ഹൈഡ്രജൻ ബോംബ്. എന്റെ റോൾ മോഡൽ പ്രവാചകർ മുഹമ്മദ് നബിയെന്ന് ലുലു ഗ്രൂപ്പ് MD MA യൂസുഫ് അലി. UAEയിൽ വിസ മാറാൻ ഇനി രാജ്യം വിടേണ്ട ആവശ്യമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. വാർത്തകൾ വിശദമായി. പത്താൻകോട് ഭീകരാക്രമണത്തിന് ഒത്താശ ചെയ്തുവെന്ന് സംശയിക്കുന്ന ഗുരുദാസ്പൂർ SP സെൽവീന്ദർ സിംഗും ഹണി ട്രാപ്പിൽ കുടുങ്ങിയതായി സംശയം. ചാരസുന്ദരികളെ ഉപയോഗിച്ച് SPയിൽ നിന്ന് ഭീകരർ വിവരങ്ങൾ ചോർത്തിയതായി സംശയിക്കുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. സെൽവീന്ദർ സിംഗിനെ NIA സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. സെൽവീന്ദർ സിംഗിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് NIAക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. സെൽവീന്ദറിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം അദ്ദേഹത്തിന് ആക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നു. ഭീകരവാദികൾ തന്നെ തട്ടിക്കൊണ്ടുപോയി ഔദ്യോഗിക വാഹനവും മൊബൈൽ ഫോണും തട്ടിയെടുത്തുവെന്നാണ് സെൽവീന്ദറിന്റെ വാദം. എന്നാൽ തട്ടിക്കൊണ്ടുപോയ ഭീകരരെക്കുറിച്ചുള്ള വിവരങ്ങൾ സെൽവീന്ദറിന് നൽകാനായിട്ടില്ല. അതിർത്തി മേഖലയിലൂടെ സുരക്ഷയില്ലാതെയും യൂണിഫോം ധരിക്കാതെയും ഔദ്യോഗിക വാഹനത്തിൽ സെൽവീന്ദർ യാത്ര ചെയ്തത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകുമ്പോൾ സെൽവീന്ദറിന് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും സെൽവീന്ദറിന്റെ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യവും അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുണ്ട്. സെൽവീന്ദറിന് പാക് ചാരസംഘടനയായ ISIയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും NIA അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ വ്യോമസേനാ ഉദ്യോഗസ്ഥരെ വലയിലാക്കിയതുപോലെ സെൽവീന്ദറിനെയും ഹണി ട്രാപ്പിൽ കുടുക്കി വിവരങ്ങൾ ചോർത്തുകയായിരുന്നുവെന്നാണ് സൂചന. ചൊവ്വാഴ്ച രാത്രി സെൽവീന്ദറിനെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പത്താൻകോട്ട് വ്യോമകേന്ദ്രം ആക്രമിക്കുന്നതിന് മുന്നോടിയായി ഭീകരർ പാകിസ്ഥാനിൽ മോക്ക് ഡ്രിൽ നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ഒരു വ്യോമകേന്ദ്രത്തിൽ പരിശീലനവും മോക്ക് ഡ്രില്ലും നടത്തിയെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും സഹായത്തോടെയായിരുന്നു ഈ പരീക്ഷണങ്ങളും പരിശീലനങ്ങളും നടന്നതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ചില ഭീകരവാദി ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇന്റലിജൻസ് ബ്യൂറോക്ക് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. ദിവസങ്ങൾ നീണ്ട പരിശീലനവും തുടർന്ന് സുരക്ഷാ വേലിക്കെട്ടുകൾ മറികടക്കാനുള്ള ആക്രമണത്തിന്റെ മോക്ക് ഡ്രില്ലും ഭീകരർ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് ഭീകരർക്ക് വിശദമായ ക്ലാസ് ലഭിക്കുകയും ചെയ്തിരുന്നുവത്രേ. SNDP യോഗം നേതൃത്വം നൽകുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ 80 ലക്ഷത്തിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതായി വിജിലൻസ് കണ്ടെത്തൽ. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് അന്വേഷണ സംഘം ഇക്കാര്യം അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മാസം 11-ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 80.30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രമക്കേടുകൾ സംബന്ധിച്ച് നേരത്തെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് കോടതിയെ ബോധിപ്പിച്ചു. ഓഡിറ്റും രഹസ്യ പരിശോധനയും നടത്തിയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയതെന്നും വിജിലൻസ് സംഘം വ്യക്തമാക്കി. ഉത്തര കൊറിയ 4ാം തവണയും വിജയകരമായി ആണവ പരീക്ഷണം നടത്തി. പ്രാദേശിക സമയം ഇന്ന് രാവിലെ 10 മണിക്കാണ് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയതെന്ന് കൊറിയയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ആണവരംഗത്ത് ഉത്തര കൊറിയ നടത്തുന്ന നിർണായക മുന്നേറ്റമാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിലൂടെ അത്യാധുനികമായ ആണവശക്തിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉത്തര കൊറിയ ഇടം പിടിച്ചതായി ടെലിവിഷൻ പറയുന്നു. തലസ്ഥാനമായ പ്യോങ്ഗാംഗിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണ കേന്ദ്രത്തിന് സമീപമുണ്ടായ 5.2 തീവ്രതയുള്ള ഭൂചലനം ആണവ പരീക്ഷണത്തെ തുടർന്നാണെന്ന് ലോകരാജ്യങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2013 ഫെബ്രുവരിയിൽ ഉത്തര കൊറിയ 3ാം ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായതിന് സമാനമായ ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ജപ്പാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉത്തര കൊറിയ പരീക്ഷണം നടത്തിയതായി സമ്മതിച്ചത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജംഗ് ഉന്നിന്റെ പ്രത്യേക
നിർദ്ദേശപ്രകാരമാണ് ആണവ പരീക്ഷണം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഉത്തര കൊറിയ നടത്തിയ ആണവ പരീക്ഷണം ദക്ഷിണ കൊറിയയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ദക്ഷിണ കൊറിയൻ മന്ത്രിമാർ അടിയന്തര യോഗം ചേർന്നു. 5 വർഷം കഴിഞ്ഞ പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്തേണ്ടെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. വിശദമായ റിപ്പോർട്ടിലേക്ക്. 5 വർഷം കഴിഞ്ഞ പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്താനുള്ള അപേക്ഷ പരിഗണിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. 2015 നവംബർ 26-ന് ചീഫ് പാസ്പോർട്ട് ഓഫീസർ കൂടിയായ വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയുടെ പേരിൽ പുറപ്പെടുവിച്ച ഓഫീസ് മെമ്മറാണ്ടത്തിലാണ് ഈ നിർദ്ദേശമുള്ളത്. കേരള ഹൈക്കോടതിയുടെ വിധിയെ തുടർന്ന് രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് വിതരണ അതോറിറ്റികൾക്കും നിർദ്ദേശം നൽകി പുറപ്പെടുവിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കി. പാസ്പോർട്ട് തിരുത്തൽ അപേക്ഷ നിരസിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഉത്തരവ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് CG പ്രീത മുഖേന കോടതിക്ക് സമർപ്പിച്ചത്. പാസ്പോർട്ടിൽ തെറ്റ് സംഭവിച്ചതിന് വ്യക്തമായ വിശദീകരണമില്ലാതെയും തിരുത്തുന്നതിന് കാരണം കാട്ടാതെയും പതിറ്റാണ്ടുകൾ പോലും പഴക്കമുള്ള പാസ്പോർട്ടുകളിൽ ജനന തീയതി തിരുത്താനുള്ള അപേക്ഷ പരിഗണിക്കുന്നതിനെതിരെ ഹൈക്കോടതി 2015 ജൂലൈ മാസത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വിതരണം ചെയ്ത ശേഷം നിശ്ചിത കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടുകളിലെ ജനന തീയതി തിരുത്താനുള്ള അപേക്ഷ സിവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലും തിരുത്തി നൽകരുതെന്ന് ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സർക്കുലറുകളിൽ ഭേദഗതി വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. തുടർന്നാണ് ന്യായമായ കാരണങ്ങളില്ലാതെ 5 വർഷത്തിലേറെ പഴക്കമുള്ള പാസ്പോർട്ടുകളിലെ തിരുത്തലുകൾക്കുള്ള അപേക്ഷകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി സർക്കുലറിൽ ഭേദഗതി വരുത്തി പുതിയ ഉത്തരവിട്ടത്. ക്ലറിക്കൽ സാങ്കേതിക പിഴവുകൾ മൂലം തെറ്റ് സംഭവിച്ച പാസ്പോർട്ടുകളിലെ ജനന തീയതി തിരുത്തി നൽകുന്നതിന് ഈ ഉത്തരവ് ബാധകമാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനന തീയതി വ്യക്തമാക്കുന്ന അംഗീകൃത ജനന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ തീയതി തിരുത്തി നൽകാം. തെറ്റായ വിവരങ്ങൾ അടങ്ങിയ പാസ്പോർട്ട് നേരത്തെ കൈപ്പറ്റിയതിന് അപേക്ഷകരിൽ നിന്ന് നിശ്ചിത തുക പിഴയായി ഈടാക്കുകയും വേണം. അതേസമയം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ജനന തീയതി തെറ്റായി രേഖപ്പെടുത്തപ്പെട്ട പാസ്പോർട്ട് ഉടമകൾക്ക് അത് തിരുത്തുന്നതിന് വാർഷിക പരിഗണനയില്ലാതെ ഇളവ് നൽകും. ഇനി മുതൽ ജനന തീയതി തിരുത്തലിന് പാസ്പോർട്ട് ഓഫീസുകളിൽ ലഭിക്കുന്ന അപേക്ഷകളുടെ കാര്യത്തിൽ ഈ ഉത്തരവാണ് പാലിക്കേണ്ടതെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്റെ റോൾ മോഡലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി. ഓരോ മനുഷ്യനും എന്ത് ചെയ്യണമെന്ന് പ്രവാചകർ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ MA യൂസുഫ് അലി പറഞ്ഞു. വീട്ടിൽ, നാട്ടിൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാകേണ്ട ജീവിത രീതിയെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞു തന്നിട്ടുണ്ട്. കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം സത്യമായതു മാത്രം ചെയ്യാനുള്ള മാർഗരേഖയാണ് പ്രവാചക വചനങ്ങൾ, യൂസുഫ് അലി പറഞ്ഞു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. വിസ മാറാൻ ഇനി രാജ്യം വിടേണ്ട ആവശ്യമില്ലെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഏതുതരം വിസയിൽ രാജ്യത്ത് പ്രവേശിച്ചവർക്കും പുതിയ വിസയിലേക്ക് മാറാൻ രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് തന്നെ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശികൾക്ക് വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇതുമൂലം സാധിക്കുമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് വക്താവ് ബ്രിഗേഡിയൻ ഡോക്ടർ റാഷിദ് സുൽത്താൻ അൽ ഖദർ പറഞ്ഞു. ഏതു വിസയിലാണോ രാജ്യത്ത് പ്രവേശിച്ചത് ആ വിസ കാലാവധി അവസാനിക്കും മുമ്പ് തന്നെ ഇനി മുതൽ പുതിയ വിസയിലേക്ക് മാറാനാകും. എന്നാൽ കാലാവധി തീരും മുമ്പ് നടപടികൾ പൂർത്തിയാക്കുകയും നിശ്ചിത ഫീ അടക്കുകയും വേണം. നിശ്ചിത കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങിയാൽ പിഴ ഒടുക്കേണ്ടി വരും. UAEയിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഓൺലൈൻ വഴി വിസ നടപടികൾ പൂർത്തിയാക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. അപേക്ഷകർക്ക് നിശ്ചിത ഫീസ് അടച്ചാൽ രാജ്യം വിടാതെ തന്നെ വിസ ലഭിക്കും. ട്രാൻസിറ്റ്, പലതവണ യാത്ര ചെയ്യാൻ കഴിയുന്നവ, 90 ദിവസം കാലാവധിയുള്ള സന്ദർശക വിസ, 30 ദിവസത്തെ ഹ്രസ്വകാല വിസ, വിദ്യാഭ്യാസ വിസ, ചികിത്സയ്ക്കു വേണ്ടി നൽകുന്ന വിസ, സമ്മേളനങ്ങൾക്കും പ്രദർശനങ്ങൾക്കുമായി നൽകുന്ന പ്രത്യേക പെർമിറ്റുകൾ, ടൂറിസ്റ്റ് വിസ, GCC രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഓൺ അറൈവൽ വിസ, 14 ദിവസം കാലാവധിയുള്ള മിഷൻ വിസ, പലതവണ യാത്ര ചെയ്യാനാകുന്ന മിഷൻ വിസകൾ, വിനോദസഞ്ചാര മേഖലകളിൽ നൽകുന്ന 60 ദിവസത്തെ കാലാവധിയുള്ള വിസകൾ, 90 ദിവസം തങ്ങാനാകുന്ന മിഷൻ വിസ എന്നിവയൊക്കെയാണ് UAE വിദേശികൾക്ക് അനുവദിക്കുന്ന വിസകൾ. ഇവയെല്ലാം രാജ്യം വിടാതെ മാറാനും പുതുക്കാനും സാധിക്കുന്ന ആശ്വാസകരമായ നീക്കമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2004-ലെ 337 നമ്പർ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് അധികൃതർ പുതിയ നിയമം പ്രഖ്യാപിച്ചത്.
പുതിയ നിയമപ്രകാരം നടപടികൾ പൂർത്തീകരിക്കാൻ ദുബായ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും ഒരുങ്ങിയിട്ടുണ്ടെന്ന് DNRD ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദ് സുറൂർ വ്യക്തമാക്കി. നേരത്തെ വിസ മാറ്റുന്നതിനായി സ്വദേശത്തേക്കോ സമീപ രാജ്യങ്ങളിലേക്കോ പോവേണ്ട സാഹചര്യം ഒഴിവായത് പ്രവാസി സമൂഹം സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഒഴിവാക്കാനാവുന്ന തീരുമാനമാണിതെന്നാണ് പരക്കെ അഭിപ്രായപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മർക്കസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിലേക്ക്. ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത് മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൗലിദ് സംഘങ്ങൾ, ആത്മീയ നേതൃത്വങ്ങളുടെ പ്രാർത്ഥനകൾ, വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമീഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം, ആഗോള മുസ്ലിം പണ്ഡിതരുടെ മീലാദ് ആഘോഷ അനുഭവങ്ങൾ. അതെ, തീർത്തും വ്യത്യസ്തമായ അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് മർക്കസ് സംഘടിപ്പിക്കുന്നു ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത്. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി ജനുവരി 8, 9 തീയതികളിലായി പൂനൂർ മദീനത്തുൽ നൂർ കോളേജിൽ അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനം മുൽത്തഖ 2016 നടക്കുകയാണ്. അക്കാദമിക സമ്മേളനം, സ്കോളേഴ്സ് കോൺക്ലേവ്, റെസ്റ്റാൻഡിവോ, സ്റ്റുഡൻസ് കൊളാരിയോ, യൂത്ത് എൻസംബിൾ തുടങ്ങിയ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാവരെയും അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനത്തിലേക്ക് കൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം എന്ന പ്രമേയത്തിൽ ജനുവരി 10 കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന്റെ പ്രധാന വേദിയുടെ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങിന് മഅദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി. ഇന്നലെ വൈകിട്ട് 4 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ സി മുഹമ്മദ് ഫൈസി, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, അപ്പോളോ മൂസ ഹാജി, എഞ്ചിനീയർ യൂസുഫ് ഹാജി, BP സിദ്ദീഖ് ഹാജി, ഉമർ ഹാജി മണ്ടാളിൽ, ബിച്ചു മാത്തോട്ടം തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവാചക പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച ഡോക്യുമെന്ററി പ്രദർശനയാത്ര ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കോർമ്മയിൽ കൊള്ളിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട് ജില്ലയിലാണ് പ്രദർശനം അരങ്ങേറിയത്. 2 മേഖലകളാക്കി തിരിച്ച് പ്രധാന ടൌണുകളിലാണ് പ്രദർശനം നടന്നത്. നാളെ മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ പര്യടനം നടത്തും. വിവിധ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന മീലാദാഘോഷങ്ങളുടെയും പ്രകീർത്തന സദസ്സുകളുടെയും ദൃശ്യാവിഷ്കാരമാണ് ജനങ്ങളെ പുളകമണിയിച്ച് മുന്നേറുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രവാചക ജന്മദിനത്തിൽ ആഹ്ലാദം കൊള്ളുന്ന മനോഹരമായ കാഴ്ചയാണ് ശ്രദ്ധേയമാകുന്നത്. നമുക്ക് ഡെൻമാർക്കിൽ നിന്ന് തുടങ്ങാം. ലോകം ഏറ്റവും കൂടുതൽ വെറുത്ത രാഷ്ട്രം. 10 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത്. ഡെൻമാർക്കിലെ ജില്ലൻഡ് പോസ്റ്റ് എന്ന പത്രം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. പ്രതിഷേധമിരമ്പി. സമാധാനത്തിന്റെ പ്രവാചക പാഠങ്ങൾ ഹൃദയത്തിൽ കൊളുത്തിവെച്ച പ്രവാചക സ്നേഹികൾ ഡെൻമാർക്കിന്റെ ഇസ്ലാമോഫോബിയ നീക്കങ്ങൾക്കെതിരെ ശക്തമായി രംഗത്തുവന്നു. ഇത് പഴയ വാർത്ത. ഇനി പുതിയ ഡെൻമാർക്കിനെ കൺകുളിർക്ക കാണുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന ഒരു ജനത. നബിദിനാഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുന്ന കാഴ്ച. സ്നേഹം എന്ന മഹത്തായ അനുഭവം ഒരു ജനതയെ മാറ്റിയെടുത്ത മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഡെൻമാർക്കിലെ നബിദിനാഘോഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കുന്നു. പ്രവാചകാനുരാഗികളായി മാറുന്നു. ഇത് 2015 നബിദിനാഘോഷം. ആസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിൽ നടന്ന വിപുലമായ മീലാദാഘോഷ പരിപാടി.
ഈ നഗരത്തിലെ കുട്ടികൾ ഉറക്കപ്പാടുന്നു. പ്രവാചക പ്രകീർത്തനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കേശം മുത്തുന്നു. ഇവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികളെ ഒരുമിച്ച് ചേർത്തത് ഒരാളോടുള്ള സ്നേഹമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരുകളില്ലാത്ത പ്രണയം. സിഡ്നി നഗരത്തിലെ ആഭാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ചു പറയുന്നു, ഞങ്ങൾ ഈ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഇരുന്നോട്ടെ. മർക്കസ് അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ സമ്പൂർണ്ണ സ്വാഗത സംഘം യോഗത്തിന്റെ സമയത്തിൽ മാറ്റം. സ്വാഗത സംഘം ഭാരവാഹികളുടെ സൌകര്യാർത്ഥം യോഗം നാളെ വൈകിട്ട് 4-ന് മർക്കസിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ മുഴുവൻ ഭാരവാഹികളും സംബന്ധിക്കണമെന്ന് കൺവീനർ അപ്പോളോ മൂസ ഹാജി അറിയിച്ചു. +2 ഡിഗ്രി വിദ്യാർത്ഥികളുടെ തുടർ പഠന വഴികളെക്കുറിച്ച് SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ സെമിനാർ ഹൈസം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മഞ്ചേരി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും ഉന്നത സർവകലാശാലകളിലേക്കുള്ള പ്രവേശന രീതികൾ, സ്കോളർഷിപ്പുകൾ, വിവിധ പ്രവേശന പരീക്ഷകൾ എന്നിവയിൽ കരിയർ രംഗത്തെ പ്രമുഖർ നേതൃത്വം നൽകും. പ്രവേശനം സൌജന്യമാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹമാണ് വിശ്വാസം. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് പന്തലിന് കാൽനാട്ടി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കുളിർമയണിയിച്ച് ഡോക്യുമെന്ററി പ്രദർശനം. സമ്പൂർണ്ണ സ്വാഗത സംഘയോഗം നാളെ. പത്താൻകോട് ഭീകരാക്രമണം. ഗുരുദാസ്പൂർ SPയെ ഹണി ട്രാപ്പിൽ കുടുക്കിയതായി സംശയം. ആണവ പരീക്ഷണം നടത്തിയെന്ന് ഉത്തര കൊറിയ. പരീക്ഷിച്ചത് ഹൈഡ്രജൻ ബോംബ്. 5 വർഷം കഴിഞ്ഞ പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്തേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ. SNDP നടത്തുന്ന മൈക്രോ ഫിനാൻസിൽ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് വിജിലൻസ്. UAEയിൽ വിസ മാറാൻ ഇനി രാജ്യം വിടേണ്ട ആവശ്യമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. എന്റെ റോൾ മോഡൽ പ്രവാചകർ മുഹമ്മദ് നബിയെന്ന് ലുലു ഗ്രൂപ്പ് MD MA യൂസുഫ് അലി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.